നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അധികം വൈകാതെ അളകാപുരി എന്നുള്ള നമ്മുടെ വീട്ടുപേര് മാറ്റേണ്ടി വരും. പകരം അളകാപുരി തിയേറ്റർ എന്ന് എഴുതി വെക്കാം. എന്നിട്ട് ആളുകൾക്ക് പ്രവേശനം കൊടുക്കാം. സിനിമയിലേതുപോലെ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ. ഹീറോയും ഹീറോയിനും ആടി തകർക്ക്. എന്റെ മമ്മി, ഞാനിപ്പോ ഒരു കാഴ്ച കണ്ടിട്ടാ വരുന്നേ. പുറത്തേക്ക് പോകുമ്പോ ഐശ്വര്യലക്ഷ്മിയെ കണി കാണണമെന്നും പറഞ്ഞ് അവനവളെ വിട്ടില്ല. എന്താ രണ്ടുപേരുടെയും പ്രകടനം, അത് നമ്മുടെ വീടിന്റെ ഉമ്മർത്ത്. പക്ഷെ അവളെ ചേർത്ത് പിടിച്ചിട്ടെ എത്ര നേരമെന്ന് വെച്ചിട്ടാ ഇത്. നമ്മുടെ റെസിഡൻഷ്യൽ വാർഷികത്തിന് ഐഡിയൽ കപ്പിൾസിനെ തെരഞ്ഞെടുക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അവർ രണ്ടുപേരും അതിൽ പങ്കെടുത്താലും ഇല്ലെങ്കിലും അതിന്റെ സമ്മാനം നേടിയിരിക്കും. ചുറ്റുമുള്ളവരൊക്കെ നേരിട്ട് കാണുന്നതല്ലേ. എന്താ മമ്മി അവളുടെ പ്രത്യേകത? അവനെ എങ്ങനെയാ അവളിങ്ങനെ കുരുക്കിയിരിക്കുന്നത്? ഇത്രയും കാലം മമ്മി പറഞ്ഞിട്ടോ ഡാഡി പറഞ്ഞിട്ടോ അനുസരിക്കാത്ത അവൻ എങ്ങനെയാ അവളെ പോലെ ഒരു വേലക്കാരിയെ അനുസരിക്കുന്നത്? അത് എനിക്ക് മനസ്സിലാവാത്ത. അവന്റെ ഒരു തലോടലും അതേറ്റ് വാങ്ങി അവളുടെ ഒരു നിൽപ്പും. ഇന്നവളെ തഴുകിയ കൈകൊണ്ട് ഇന്നത്തെ ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് അവൻ അവളെ തല്ലിയിരിക്കും. അതിനെനിക്ക് സാധിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും സൂര്യനന്ദിനിയെ ഞാൻ എതിർക്കില്ല. ആഹാ എന്ന് പറഞ്ഞ മമ്മി മുട്ടുമടക്കി. ഇനി പൊരുതി നിൽക്കാൻ മമ്മിക്ക് പറ്റില്ല എന്ന് മനസ്സിലായി. നീ കണ്ടോ, ഞാൻ പറഞ്ഞത് സംഭവിച്ചിരിക്കും. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ പത്മ ജീവനോടെ ഉണ്ടാവില്ല. അപ്പോ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രതിനിധികളെ ഒന്നിച്ച് വിളിച്ചുകൂട്ടാൻ സൂര്യ സാറാണ് ആവശ്യപ്പെട്ടത്. സാർ ഇപ്പോ വരും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് മോർണിംഗ്. ആനന്ദ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടല്ലോ? ഉണ്ട് സർ. ഓക്കെ. എല്ലാവരും സാറ് പറയുന്നത് കേൾക്കാനുള്ള ആകാംക്ഷയിലാണ്. ഓക്കെ. നോക്ക്, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇത് നമ്മുടെ ഒരു കുടുംബമാണ്. ഈ കുടുംബത്തിലെ, ഈ കമ്പനിയിലെ വളരെ സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ കമ്പനി ഇത്രയും വർഷത്തിനിടയിൽ ആദ്യമായി ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയത് ഈ കഴിഞ്ഞ മാസമാണ്. സോ അതിന്റെ നന്ദിയും കടപ്പാടും നിങ്ങളെ ഓരോരുത്തരെയും നേരിട്ട് അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. അതിനാണ് നിങ്ങൾ ഓരോരുത്തരെയും നേരിട്ട് വിളിച്ചു കൂട്ടിയത്. താങ്ക് യു. പിന്നെ ഈ കാര്യത്തില് വിപുലമായൊരു ആഘോഷം തന്നെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമ്മുടെ ബോർഡ് മെമ്പേഴ്സിനോട് കൂടി ആലോചിച്ചതിന് ശേഷം ഒരു ഡേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ. വേറൊരു പ്രത്യേകത, അതാണ് എനിക്ക് നിങ്ങളെല്ലാവരോടും പറയാനുള്ളത്. കമ്പനിയുടെ ഈ നേട്ടത്തിന് പൂർണ്ണമായും അവകാശികളായ നിങ്ങളെ ആരും കമ്പനി മറക്കുന്നില്ല. കമ്പനിയുടെ ഈ ലാഭവിഹിതത്തിന്റെ 10% നിങ്ങൾക്കെല്ലാവർക്കും കൂടി ഷെയർ ചെയ്യണം. സാധാരണ ഇത്തരം നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഇൻസെന്റീവ്സ് ഒക്കെ കൊടുക്കാറുണ്ടല്ലോ.
ഇത്തവണ കുറച്ചുകൂടി ഗൗരവമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അതാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. സർ, ആ ഞങ്ങളൊക്കെ തന്നെ എപ്പോഴും തമ്മിൽ പറയും, സൂര്യ സാറ് നമ്മളൊക്കെ ഒരു കുടുംബമാണെന്ന് പറയുന്നത് വെറുതെ അല്ല, നെഞ്ചിത്തട്ടി തന്നെയാണെന്ന്. സാറ് ഞങ്ങളോട് പെരുമാറുന്ന രീതി വെച്ച് കമ്പനിക്ക് വേണ്ടി എത്ര കഷ്ടപ്പെടാനും ഞങ്ങൾ തയ്യാറാണ് സാർ. ഓക്കെ 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 ദാസേട്ടാ. സർ, അതെ, കഴിഞ്ഞ തവണ കമ്പനിയിൽ നിന്ന് ഒരു പാരിതോഷികം കിട്ടിയപ്പോ എന്താ ചെയ്തത്? സാർ അങ്ങനെ ചോദിച്ചാ അപ്പൊ കുറച്ച് പ്രാരാബ്ദങ്ങൾ ഉണ്ടായിരുന്നു സർ, അതങ്ങ് തീർത്തു. അപ്പൊ രശ്മിയോ? എന്റെ പൊന്ന് സാറേ, മോളൊരു പുതിയ മൊബൈല് വേണോന്നും പറഞ്ഞ് കരഞ്ഞോണ്ടിരുന്നപ്പോഴാ കയ്യില് കാശ് വന്നത്. അത് നേരെ അവളുടെ കയ്യിൽ കൊടുത്തു. ഓ ഓക്കെ. നിങ്ങൾക്കെല്ലാവർക്കും ആവശ്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഇവിടുന്ന് കിട്ടുന്നതോ കടം വാങ്ങിക്കുന്നതോ തികയാറുമില്ല. സോ ഇതിപ്പോ നിങ്ങളുടെ കയ്യിൽ തന്നാലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുക, അല്ലേ? പകരം ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. കമ്പനി നിങ്ങളുടെയൊക്കെ മക്കളുടെ പേരിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. കമ്പനിക്ക് എപ്പോഴൊക്കെ ഇങ്ങനെ ലാഭം സംഭവിക്കുന്നുവോ അതിൽ നിന്നും ഒരു നിശ്ചിതമായ തുക കമ്പനി ആ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കും. അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം. പിന്നെ വേണമെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് തുടരാം. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, നിങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊള്ളാവുന്ന ഒരു നിക്ഷേപം എല്ലാവരുടെയും അക്കൗണ്ടിലുണ്ടാവും. ഇതെല്ലാവർക്കും സമ്മതമാണോ? സാർ എന്താ ഈ ചോദിക്കുന്നത്? എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ലേ? സാറേ, ഞങ്ങളിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയൊക്കെ കുറിച്ച് സാറിങ്ങനെ നന്നായി ചിന്തിച്ചല്ലോ. ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ ലേഡി സ്റ്റാഫിന്റെ അഭിപ്രായം എന്താ? സന്തോഷം സാറേ. ഈ ഓട്ടത്തിന്റെ ഇടയില് പിള്ളേർക്ക് വേണ്ടി എന്താ കൂട്ടി വെക്കേണ്ടെന്ന് വല്ലാത്തൊരു വേവലാതിയായിരുന്നു. അത് ഇതോടെ മാറിയല്ലോ. ഓക്കെ. സത്യത്തില് ഞാൻ ഈ തീരുമാനം എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പതിവ് പോലെ നിങ്ങൾക്ക് പണം തരിക എന്നതായിരുന്നു ഉദ്ദേശം. പക്ഷേ ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ നിർദ്ദേശം എന്റെ ഭാര്യ നന്ദിനിയുടേതായിരുന്നു. നിങ്ങളുടെ തലമുറയെ കുറിച്ച് ചിന്തിച്ചത് അയാളാ. സാറേ, മാഡം സാറിന്റെ ഭാഗ്യമാണ് സാറേ ഞങ്ങളുടെയും. ഓക്കെ സാറേ, ഇത്രയും വലിയൊരു കാര്യം ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തു തന്നതിന് പത്മ മാഡത്തിനെയും യതീന്ദ്ര സാറിനെയൊക്കെ നേരിട്ട് കണ്ട് താങ്ക്സ് പറയണമെന്നുണ്ട്.